സ്വീറ്റ് ബോളി പൊട്ടിച്ചു നോക്കാവേ. ബോളി കൊറേ നാളായിട്ട് വിചാരിക്കുന്ന ഇത് മേടിച്ച് കഴിക്കണമെന്ന്. 7 ഡേയ്സേ ഉള്ളു കേട്ടോ ഇത്. അതിന് മുന്നേ എത്തി എന്തായാലും. പിന്നെ എന്താന്ന് നോക്കാം. ഇതൊക്കെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണേ. ഞങ്ങൾക്ക് വീണ്ടും വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ആള് വന്നപ്പോൾ ഞങ്ങൾക്ക് കൊടുത്തുവിട്ട സാധനങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതാണോ ഇതിന് മാത്രം സാധനങ്ങൾ എന്തോ ഈ കൊടുത്തു വിട്ടുന്നതെന്ന്? ചുമ്മാ ഒന്നുമില്ല, ചിപ്സും കാര്യങ്ങളും ഒക്കെയാ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, സ്വീറ്റ് ബോളി. അങ്ങനെ ഞാൻ പ്രത്യേകം പറഞ്ഞ് നാട്ടിൽ നിന്ന് പപ്പ കടയിൽ പോയി വാങ്ങിച്ച് കൊടുത്തു വിട്ട സാധനമാണ് ഇത്. 7 ഡേയ്സ് ആലോ. ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കേക്കാണ് കേട്ടോ. വീണ്ടും ഒരു ക്യാരറ്റ് കേക്ക്. ക്രിസ്മസിന് വീണ്ടും വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടാണ്. ക്യാരറ്റ് കേക്കാണ് കേട്ടോ. പിന്നെന്താ, ഇതാണെങ്കിൽ കാപ്പിപ്പൊടി കേട്ടോ, കോഫി പൗഡർ. പിന്നെന്താ ജയ്ക്കുട്ടന് കൽക്കണ്ടം. ഇത് കണ്ടോ, ഇത് മമ്മി അരിഞ്ഞ് ഉണക്കി തന്നു വിട്ട സാധനമാണ് കേട്ടോ. പാവയ്ക്ക കൂട്ടാനൊന്നും ഇല്ലാത്തപ്പോ ജസ്റ്റ് ഇത് വറുത്ത് കഴിക്കാമല്ലോ ചോറിന്റെ കൂടെ, അതിനു വേണ്ടി. ഇത് ഒന്നുമില്ല കേട്ടോ, ജയ്ക്കുട്ടിയുടെ ഡ്രസ്സാ, നാട്ടിൽ ഇരുന്ന ഡ്രസ്സാണ് അത്. ഇത് ഉണക്കമീൻ കേട്ടോ. ഇതാണെങ്കിൽ വാങ്ങിച്ചിട്ട് കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ ഇട്ട് റെഡിയാക്കി സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് തന്നു വിട്ടതാണ് കേട്ടോ, പപ്പയും മമ്മിയും കൂടെ. പിന്നെ ഇതൊക്കെ നാട്ടിൽ നിന്ന് മരുന്നുകളാണ്. പിന്നെ നമ്മുടെ അച്ചാറുകളൊക്കെ വന്നിട്ടുണ്ട്. ബിബീസ് ഫ്രഷിന്റെ മീനച്ചാറ്. എനിക്ക് മാങ്ങയച്ചാറാണ് കൂടുതൽ ഇഷ്ടം, അതിന് മാങ്ങയച്ചാറാണ് കേട്ടോ 2 പാക്കറ്റ്. ഇത്രയേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയുവാണ്, നിങ്ങൾക്ക് അച്ചാറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കൊളനട പന്തളത്താണ് കേട്ടോ. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സാധനങ്ങൾ. വീണ്ടും മമ്മിയും പപ്പയൊക്കെ കുറച്ച് സാധനങ്ങൾ ആൾക്കാർ വന്നപ്പോൾ കൊടുത്തു വിട്ടതാണ് കേട്ടോ. ഇതൊക്കെ ആവുമ്പോഴ് നമുക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നാലും വേഗം ഇതൊക്കെ ഒന്ന് ചൂടാക്കി കഴിച്ചാൽ മതിയല്ലോ, അതിനുവേണ്ടി ഇങ്ങനെ കൊടുത്തു വിട്ടതാണ്. ഇത് ജേഡിന് ഡ്രസ്സാണ്. ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഇതാണ് അച്ചാർ വീട്ടിലുണ്ടാക്കിയത്. പപ്പയെ കടിച്ചിരിച്ച്